ഫാക് കുർബ ക്യാമ്പയിനിലൂടെ ഇതുവരെ 8000-ലധികം പേർ മോചിതരായി. ഒമാൻ മസ്കത്ത് അൽ ഖുറമിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന ലുലു. ആവേശമല കയറി ടൂർ ഓഫ് ഒമാൻ. ക്രിസ്ത്യൻ സ്കറോണി ജേതാവ്. നൂറുൽ അബ്റാർ ഹിഫ്ലുൽ ഖുർആൻ മദ്രസയുടെ 8ാം വാർഷികവും സന്നദ്ധദാന സമ്മേളനവും. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ക്രിമിനൽ കേസുകളിലല്ലാതെ തടവിലാവുകയും സാമ്പത്തിക പ്രതിസന്ധി മൂലം പുറത്തിറങ്ങാൻ കഴിയാതാവുകയും ചെയ്ത തടവുകാരെ സഹായിക്കുന്നതിനായി ഒമാനി ലോയേഴ്സ് അസോസിയേഷൻ ആരംഭിച്ച മനുഷ്യാവകാശ സംരംഭമായ ഫാക് കുർബയുടെ ക്യാമ്പയിനിലൂടെ 8000-ലധികം പേർ മോചിതരായതായി കണക്ക്. ക്യാമ്പയിന്റെ 13ാം പതിപ്പ് ഉദ്ഘാടന ചടങ്ങിലാണ് ഈ വിവരം അറിയിച്ചത്. ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുൽ സലാം ബിൻ മുഹമ്മദ് അൽ മുർഷിദിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലായിരുന്നു 13ാം പതിപ്പിന്റെ ഉദ്ഘാടനം. ചടങ്ങിൽ മുൻ പതിപ്പുകളുടെ ഫലങ്ങളും അവലോകനം ചെയ്തു. 12ാം പതിപ്പിൽ മാത്രം 1088 പേർ മോചിതരായി. പദ്ധതി രാജ്യത്തെ മാതൃകാപരമായ മനുഷ്യാവകാശ സാമൂഹിക പ്രവർത്തനമായി മാറിയതായി ഒമാനി ലോയേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ ഹമദ് ബിൻ ഹംദാൻ അൽ റുബൈ പറഞ്ഞു. ഔദ്യോഗിക സാമൂഹിക മേഖലകളുടെ സംയുക്ത സഹകരണമാണ് പദ്ധതിയുടെ തുടർച്ചയായ വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒമാനിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി മസ്കത്ത് അൽ ഖുറമിൽ ലുലു പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. ഒമാനിലെ 33ാമത് സ്റ്റോറാണ് അൽ ഖുറമിലേത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖാലിബ് ബിൻ സെയ്ദ് അൽ മാമരി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 33,000 സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് നൽകുക. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ഹോട്ട് ഫുഡ്, ബേക്കറി, മത്സ്യം, ഇറച്ചി, ലൈവ് കൗണ്ടറുകളടക്കം ഒരുക്കിയിട്ടുണ്ട്. ഷോപ്പിംഗ് കൂടുതൽ സുഗമമാക്കാൻ സെൽഫ് ചെക്ക് ഔട്ട് കൗണ്ടറുകൾ, മികച്ച പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഒമാനിൽ റീറ്റെയിൽ സേവനം കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് എന്നും പ്രാദേശിക വികസനത്തോടൊപ്പം മികച്ച തൊഴിലവസരങ്ങൾ കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി. ഒമാനിൽ വിപുലമായ പദ്ധതികളാണ് ലുലുവിനുള്ളതെന്നും ഭക്ഷ്യ സംരക്ഷണ കേന്ദ്രമടക്കം 6 പുതിയ പ്രൊജക്ട് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലുലുവിന്റെ പദ്ധതികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന സുൽത്താൻ ഹൈതം ബിൻ താരിഖിനും ഭരണ നേതൃത്വത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. ലുലു ഒമാൻ ഡയറക്ടർ ഷബീർ കെ, റീജിയണൽ ഡയറക്ടർ അൻവർ സാദത്ത്, എം എ ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ് ഡയറക്ടർ ആനന്ദ് റാം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 5 ഘട്ടങ്ങളിലായി നടന്ന ടൂർ ഓഫ് ഒമാന്റെ ഏറ്റവും കഠിനമേറിയ ജബൽ അക്തർ പാത താണ്ടി ഇറ്റാലിയൻ താരം ക്രിസ്ത്യൻ സ്കറോണി വിജയക്കൊടി പാറിച്ചു. അവസാന ഘട്ടത്തിലെ ആവേശകരമായ പോരാട്ടത്തിനൊടുവിലാണ് XTS ആസ്ഥാന ടീമംഗമായ ക്രിസ്ത്യൻ സ്കറോണി കിരീടം ചൂടിയത്. ജബൽ അക്തർ മലമ്പാതയിലെ മികച്ച പ്രകടനമാണ് സ്കറോണിയെ ജേതാവാക്കിയത്. ടൂർ ഓഫ് ഒമാന്റെ അവസാനഘട്ട മത്സരത്തിൽ സൈക്ലിംഗ് താരങ്ങൾ ജബൽ അക്തർ ലക്ഷ്യമാക്കി കുതിക്കുന്നു. സ്കറോണിയുടെ ടീം അംഗമായ ക്രിസ്ത്യൻ റോഡിഗസ് 2ാം സ്ഥാനവും മുൻ ജേതാവ് ആദം യേറ്റ്സ് 3ാം സ്ഥാനവും നേടി. നൂറുൽ അബ്റാർ ഹിഫ്ലുൽ ഖുർആൻ മദ്രസയുടെ 8ാം വാർഷികവും സന്നദ്ധദാന സംഗമവും ഫെബ്രുവരി 12, 13 തീയതികളിൽ റുസൈലിലെ അൽ മക്കാരിം ഹാളിൽ വെച്ച് നടക്കുന്നതാണ്. ഖുർആൻ ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയ 13 വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഈ സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണ്. പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി, അൻസാരി സുഹ്രി ആലപ്പുഴ എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 30 വിദ്യാർത്ഥികളാണ് നൂറുൽ അബ്റാർ ഹിഫ്ളുൽ ഖുർആൻ മദ്രസയിൽ നിന്ന് സനദ് വാങ്ങിയത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.